ഞാൻ ഇന്നും നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഒരു ഇൻഫ്ലുവൻസ്, സ്വാധീനം ചെലുത്തുക എന്നുള്ളൊരു വാക്കിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള വ്യക്തികൾ, ജീവജാലങ്ങൾ, നമ്മുടെ പ്രകൃതിയിലെ ക്ലൈമറ്റുകൾ, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇത് എല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ നമ്മൾക്ക് ഇതിനെയൊക്കെ എങ്ങനെ പോസിറ്റീവായിട്ട് നേരിടാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം നമ്മൾക്കൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു, ആ വ്യക്തി നല്ല വാക്കുകളാണ് നമ്മളോട് പറയുന്നതെങ്കിൽ, നന്നായിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹാപ്പി ആയിരിക്കും, നമ്മൾ സന്തോഷവാനായിരിക്കും. പക്ഷേ നെഗറ്റീവാണ് നമ്മളോട് പറയുന്നതെങ്കിലോ, നമ്മളോട് ദേഷ്യപ്പെടുന്നു, മോശമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് ദേഷ്യവും സങ്കടവും ഒക്കെ വന്ന് നമ്മൾ കുറേ സമയം നമ്മളുടെ പിന്നീട് നഷ്ടപ്പെടും. ഹാപ്പിനെസ് ആണെങ്കിൽ നമുക്കതിൽ പോസിറ്റിവിറ്റി ചിലപ്പോൾ നമ്മളത് വളരും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. ഇതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. കഴിക്കുന്ന ഓരോ ഫുഡും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു പഴവർഗ്ഗങ്ങളോ എന്തെങ്കിലും ഒന്ന് കഴിച്ചു നോക്കി നമ്മുടെ മനസ്സിങ്ങനെ കുളിർത്ത് നിൽക്കുന്ന കാണാം, ഒരു ജ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതേ സമയത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു വസ്തുക്കൾ കഴിച്ചു നോക്കി നമ്മുടെ മനസ്സ് പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലൈമറ്റുകൾ. ഭയങ്കര ചൂടാണെങ്കിലോ നമ്മൾ പെട്ടെന്ന് തന്നെ ഡിസ്റ്റർബ്ഡ് ആവും, ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. പക്ഷേ തണുപ്പാണെങ്കിലോ അവിടെയും നമ്മൾ പറയും, ഭയങ്കര അസ്വസ്ഥത, മഴ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് പറയും. പക്ഷേ നല്ലൊരു ക്ലൈമറ്റ് വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. നമ്മൾ മെച്ചപ്പെട്ട തലത്തിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കണം. ഇപ്പോൾ ചൂടാണെങ്കിൽ നമ്മളൊരു ഫാനിൻ്റെ കീഴിൽ പോയി ഇരിക്കുക, റിലാക്സ് ആകുക, അല്ലെങ്കിൽ കാറ്റുള്ള പ്രദേശത്ത് പോയി ഇരിക്കുക, റിലാക്സ് ആകുക, അതൊക്കെ നമ്മൾക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്ക് ആ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ എന്ത് പറ്റും? അവിടെ ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നമ്മൾ തകർന്നു പോവുകയുള്ളൂ. അത് മാറ്റിയെടുക്കുന്ന ഒരു ശീലം നമ്മൾ തുടങ്ങണം. നമുക്ക് എന്താണോ കിട്ടിയിരിക്കുന്നത് അതിനെ ആസ്വദിക്കാനായിട്ട് തുടങ്ങണം. നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റാനുള്ള പരിശ്രമിക്കാം. അതിനുവേണ്ടി മാറ്റി നമ്മൾ ഹാർഡ് വർക്കും നമ്മൾ നല്ല പ്രിപ്പയറും ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ദുരിതപൂർണമായ ഒരു ലൈഫ് മാറി നമ്മൾ നല്ല സന്തോഷപരമായ ഒരു ജീവിതത്തിലേക്ക് വരും. പക്ഷെ അത് കിട്ടിയില്ലെങ്കിലും നമ്മളത് പരിശ്രമിക്കുകയും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാകണം. മറ്റുള്ളവർ നമ്മളെ നല്ലത് തന്നെ പറയണമെന്നില്ല. എല്ലാവരും കുറേ നെഗറ്റീവും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞാലും അടുത്ത തവണ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് നമ്മളത് ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷെ ആ സമയത്ത് നമ്മൾ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആകുന്ന ഒരു ക്യാരക്ടർ നമ്മൾ മാറ്റണം. ഇത് നമ്മൾ കൊണ്ട് ഈസി അല്ല. പക്ഷേ നമ്മൾ പരിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമെങ്കിലും നമുക്കിതിനെ കീഴടക്കാൻ പറ്റും. ചിലപ്പോൾ 1 വർഷം കൊണ്ട് പറ്റുമായിരിക്കും, ചിലപ്പോൾ 2 വർഷം കൊണ്ട് പറ്റുമായിരിക്കും. ഒന്നുമില്ലെങ്കിൽ